ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഗുരുപാതയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏലിയാസ് മൂശാകാലത്തിന്റെ 3-ാം ആഴ്ചയിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ആ വചനഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പ്രിയമുള്ളവരെ, സഹനത്തിന്റെ പാതയിലൂടെ നടന്ന് രക്ഷയുടെ അടയാളമായി തീരാനാണ് ഇന്നത്തെ വചനഭാഗങ്ങളിൽ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. താനടക്കം 5 അംഗങ്ങളുടെ വിശപ്പടക്കാൻ കൃഷി സ്ഥലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരപ്പൻ. നല്ലൊരു വീടില്ലായിരുന്നു. ഉണ്ടായിരുന്നതാകട്ടെ കാലിത്തൊഴുത്തിനോട് ചേർന്നുള്ള ഒരു കുടിൽ. കടങ്ങളേറെ. എങ്കിലും തന്റെ മക്കളെയും ഭാര്യയെയും വിശപ്പറിയിക്കാതെ അദ്ദേഹം വളർത്തി. വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം കാര്യം നോക്കി സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. മദ്യപിക്കാൻ അദ്ദേഹത്തിന് പ്രലോഭനം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് സഹനത്തിന്റെ പാത മാത്രമാണ്. അപകടങ്ങളും പരിഹാസങ്ങളും ഏറെ ഏൽക്കേണ്ടി വന്ന പാത. ആ പാത അദ്ദേഹത്തെ രക്ഷയിലേക്ക് നയിച്ചു. അദ്ദേഹം രക്ഷയുടെ അടയാളമായി തീർന്നു. തന്റെ മക്കൾക്ക് മാതൃകയും പുതിയ വീട് പണിയാനും അദ്ദേഹത്തിന്റെ കടങ്ങൾ വീട്ടാനും അദ്ദേഹത്തിന് സാധിച്ചു. 1 കൊരിന്തോസ് 1-ാം അധ്യായം 18-ാം വാക്യം. നാശത്തിലൂടെ ചലിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. എന്നാൽ രക്ഷയോടെ ചലിക്കുന്ന നമുക്ക് അത് കർത്താവിന്റെ ശക്തി അത്രേ. നാം രക്ഷയുടെ പാതയിലൂടെ ചലിക്കണം. എന്താണ് രക്ഷയുടെ പാത? രക്ഷയുടെ പാത എന്നാൽ അത് സഹനത്തിന്റെ പാത തന്നെയാണ്. ഉൽപ്പത്തി 9-ാം അധ്യായം 11-ാം വാക്യം. ഉൽപ്പത്തി 9-ാം അധ്യായം 11-ാം വാക്യം. ഇനി ഒരിക്കലും ജലപ്രളയം കൊണ്ട് ജീവജാലങ്ങളെ നശിപ്പിക്കുകയില്ല. എന്നാൽ ദൈവം നമ്മോട് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവജലമാകുന്ന ക്രിസ്തുവിനാൽ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുമെന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ, വിശുദ്ധ മദർ തെരേസയെ പോലെ എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ ആഗമനം നമ്മിലൂടെ ആക്കിക്കൂടാ? എന്തുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി നമുക്ക് മാറിക്കൂടാ? അതിന് മറ്റുള്ളവരെ നാം രക്ഷയിലേക്ക് നയിക്കേണ്ടതുണ്ട്. സഹനത്തിന്റെ പാത നാം ഏറെ ചവിട്ടി നീങ്ങേണ്ടതുണ്ട്. സഹനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. കാരണം മറ്റുള്ളവരെ നാം കൂടപ്പിറപ്പുകളായി കാണാറില്ല, സ്നേഹിതന്മാരായി കാണാറില്ല. ലോകത്ത് അനേകം കുരിശുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ക്രിസ്തു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കും മറ്റൊരു ക്രിസ്തുവായി മാറാം. സഹനത്തിന്റെ പാതയിലൂടെ ചവിട്ടി നീങ്ങിക്കൊണ്ട് ക്രിസ്തുവിന്റെ അടയാളമായി മാറാം, രക്ഷയുടെ അടയാളമായി മാറാം. അതിന് സ്നേഹസമ്പന്നനായ ഈശോ നമ്മെ സഹായിക്കട്ടെ. ഗലാത്യ 2:20. നാം ക്രിസ്തുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. കാരുണ്യവാനായ ദൈവമേ, നിന്നോട് കൂടി ജീവിക്കുവാനും നിന്നെ പ്രഘോഷിക്കുവാനും മറ്റുള്ളവരിൽ നിന്നെ ദർശിക്കുവാനും ഞങ്ങളിലൂടെ നീ പ്രഘോഷിക്കപ്പെടുവാനും കൃപ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.